Facilitating learning psychology unit 2 motivation. So what is motivation? ഹ്യൂമൻ സൈക്കോളജി ആൻഡ് ബിഹേവിയറിൻ്റെ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസയർ അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷനാണ്. നമുക്കുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ് ഏതെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവാനോ അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ ഒരു ടാസ്ക് ഒരു ആക്ടിവിറ്റി വാട്ട് അത് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിനെയാണ് നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാം. ഒരു മോട്ടിവേറ്റഡ് ഇൻഡിവിജ്വൽ എങ്ങനെയായിരിക്കും? മൂഡ് ടു പെർഫോം ഓർ അക്കംപ്ലിഷ് സംതിങ്, അതായത് എന്തെങ്കിലും ഒന്ന് അക്കംപ്ലിഷ് ചെയ്യാനോ പെർഫോം ചെയ്യാനോ ഹി വിൽ ബി മോട്ടിവേറ്റഡ്. ഫോർ എക്സാമ്പിൾ ഇൻ ദ മൂവി പ്രേമം നിവിൻ പോളിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ് ദാറ്റ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് മലർ മിസ്. അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു പ്രേമം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈസ് മോട്ടിവേറ്റഡ് ടു ലവ് ഹർ എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇപ്പോൾ മോട്ടിവേഷൻ ഇപ്പോൾ ഇത് മാത്രമല്ല, പല രീതിയിലും മോട്ടിവേഷൻ വരാം. പഠിക്കാൻ മോട്ടിവേഷൻ വരാം, നമ്മൾ ഏതെങ്കിലും ഒരു ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോട്ടിവേറ്റഡ് ആവാം, പല രീതിയിലും മോട്ടിവേഷൻ വരാം. ഇനി ഈ വേർഡിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ എറ്റിമോളജിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള മൂവേ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ വേർഡിൻ്റെ മീനിങ് ടു മൂവ് എന്നുള്ളതാണ് അർത്ഥം, അതായത് നീങ്ങുക എന്തെങ്കിലും ഒരു പർപ്പസിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറയാം. ഇനി പലരും മോട്ടിവേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് മേയറിൻ്റെയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? മോട്ടിവേഷൻ ഈസ് ദാറ്റ് വിച്ച് ഗെറ്റ്സ് എ ബിഹേവിയർ സ്റ്റാർട്ടഡ് ആൻഡ് കീപ്സ് ഇറ്റ് ഗോയിങ് എന്നുള്ളതാണ്. അതായത് ഒരു ബിഹേവിയറിന് തുടക്കം കുറിക്കുകയും അതിനെ നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ഒന്നാണ് മോട്ടിവേഷൻ എന്നാണ് മേയേഴ്സ് പറയുന്നത്. ലിൻസി എന്താണ് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ് ആണ്. അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബിഹേവിയറിനെ സസ്റ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിലനിർത്തുന്നു ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഗോൾ. ഒരു ഗോള് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, അതുപോലെ നിലനിർത്തുന്നു. ഗിൽഫോർഡ് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ഫാക്ടർ അല്ലെങ്കിൽ കണ്ടീഷനാണ്. അത് ഒരു ആക്ടിവിറ്റിയെ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നിലനിർത്തുന്നു അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യുന്നു. ഇനി മോട്ടിവേഷൻ്റെ മീനിങ് ആൻഡ് നേച്ചർ നോക്കാം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നീഡാണ്. നീഡ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഡിസയറാണ്, ഒരു ആഗ്രഹമാണ്. ദാറ്റ് റെയിൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക, ഓർ ഡ്രൈവ്സ് ബിഹേവിയർ ടുവേർഡ് എ ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ ഡ്രൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ റെയിൻഫോഴ്സ് ചെയ്യുകയോ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യത്തിനെയോ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിനെയൊക്കെ മോട്ടിവേഷൻ എന്ന് പറയാം. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവും പ്ലസ് ആക്ഷൻ. അതായത് നമുക്ക് ഈ ഡിസയർ മാത്രം പോരാ, ആഗ്രഹം മാത്രം പോരാ, അത് നേടാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയും കൂടെ നമ്മൾ ചെയ്യണം. ഇതൊരു ഇൻറ്റേർണൽ ഇമ്പൾസ് ആണ് ദാറ്റ് പുഷസ് എ പേഴ്സൺ ടു ആക്ട്. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഒരാക്ഷനും ഒക്യൂർ ചെയ്യില്ല. വിത്തൗട്ട് മോട്ടിവേഷൻ നോ ആക്ഷൻ ഒക്കേഴ്സ്. ഇനി എക്സാമ്പിൾസ് ഓഫ് മോട്ടിവേഷൻ നോക്കാം. അപ്പോൾ ഒരു കുട്ടിയെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നു, അതൊരു മോട്ടിവേഷനാണ്. പിന്നെ ചില കമ്പനീസ് കസ്റ്റമേഴ്സിനെ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി ആഡ് ത്രൂവോ അല്ലാതെ എന്തെങ്കിലും ഗിഫ്റ്റോ ഓഫേഴ്സൊക്കെ കൊടുത്ത് പ്രേരിപ്പിക്കുന്നത് ഒരു മോട്ടിവേഷനാണ്. ഇതൊക്കെ എന്താണ്? നമുക്ക് മറ്റുള്ളവരെ നമ്മൾക്ക് വേണ്ട രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു പാരൻസിന് കുട്ടി പഠിക്കണമെന്നുണ്ടാവും, അപ്പോൾ ചിലപ്പോൾ നീ ഹോംവർക്ക് ചെയ്താൽ നിനക്ക് ചോക്ലേറ്റ്, അങ്ങനെ പലതും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇനി മോട്ടിവേഷൻ്റെ കൂടെ തന്നെ വരുന്നൊരു ടേമാണ് മോട്ടീവ്. അപ്പോൾ മോട്ടീവും സ്റ്റിമുലസും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മോട്ടീവ് എന്ന് പറയുന്ന വേർഡ് സ്റ്റിമുലസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കാരണം മോട്ടീവ് ഒരു ഇൻറ്റേർണൽ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒന്നാണ് മോട്ടീവ്. അതായത് സ്റ്റിമുലസ് വരുന്നതിന് മുമ്പ് തന്നെ മോട്ടീവ് എന്തുണ്ടാവും? നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ആൻ ഇൻറ്റേർണൽ മോട്ടീവ് ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് മേ ഫെയിൽ ടു ജനറേറ്റ് ആക്ഷൻ. അതായത് നല്ലൊരു ഇൻറ്റേർണൽ മോട്ടീവ് ഇല്ലെങ്കിൽ എത്ര എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് വന്നാലും അവിടെ ആക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജിയിൽ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ആർച്ച്, നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ആവശ്യം, ആഗ്രഹം, ഉണർവ് എന്നൊക്കെ പറയാം. സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അതായത് ഇപ്പം ഒരാൾക്ക് പ്രേമിക്കണമെന്ന് തോന്നിയാൽ മാത്രമാണ് ഒരു
പ്രേമിക്കണം എന്നുള്ള ഒരു ഇന്റേണൽ മോട്ടീവുള്ള ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാളെ കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് വരുള്ളൂ. അങ്ങനെ ഒരു മോട്ടീവേ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരെ കണ്ടാലും എത്ര സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ റായ് വരെ മുന്നിൽ വന്ന് നിന്നാലും അവിടെ ഒരു ആഗ്രഹവും കാണില്ല, ഒരു ആക്ഷനും കാണില്ല. ഓക്കെ, അതാണ് മോട്ടീവും സ്റ്റിമുലസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മോട്ടിവേഷൻ ആൻഡ് ബിഹേവിയർ. മോട്ടിവേഷൻ എക്സ്പ്ലെയിൻസ് ദ വൈ ഓഫ് ബിഹേവിയർ. അതായത് എന്തുകൊണ്ട് ഒരാൾ ഈ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ ആ പ്രവൃത്തി ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മോട്ടീവ്. ദിസ് വൈ ഈസ് ഓഫൺ ഇൻഫേർഡ് ഫ്രം എക്സ്റ്റേണൽ ആക്ഷൻസ്. അതായത് ഒരാൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് സ്കൂളിൽ വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിച്ചില്ല, അപ്പോൾ അതൊക്കെ നമ്മളെ വൈ ഡിഡ് യു ഡു ദാറ്റ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ അതിന് ഉത്തരം പറയുന്നത് ഒരു മോട്ടിവേഷൻ ആവും. ഇനി ഒരു മോട്ടീവ് തന്നെ നമ്മളെ മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഒരു ബിഹേവിയർ ഡിഫറെൻറ്റ് മോട്ടീവ്സിനാലും ലീഡ് ചെയ്യപ്പെടാം. അതായത് ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ മോട്ടീവ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചിലപ്പോൾ ബിഹേവിയർ ചെയ്യും. ഇപ്പം നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ആക്രമിക്കണം എന്ന് പറയുന്ന ഒരു മോട്ടീവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി ഒരു പയ്യൻ കുറേ പേരെ കൊന്നില്ല. അപ്പോൾ അവൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് അവൻ്റെ സാമ്പത്തിക ബാധ്യതയായിരുന്നു. ആ സാമ്പത്തിക ബാധ്യത കാരണം അവൻ്റെ പാരൻസ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ്, ഈവൻ കാമുകി, അങ്ങനെ കുറേ പേരെ കൊന്നു. അവൻ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഒരു സിംഗിൾ മോട്ടീവ് കാരണം അവൻ മൾട്ടിപ്പിൾ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഡിഫറെൻറ്റ് മോട്ടീവ്സിനാലും എന്ത് ചെയ്യപ്പെടാം, എമേർജ് ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സോൾജിയർ ഒരാളെ രക്ഷിക്കുന്നതും ഒരാളെ പണിഷ് ചെയ്യുന്നതും രണ്ടും രണ്ട് മോട്ടീവാണ്. ഒരാളെ സേവ് ചെയ്യുന്നത് ഈസ് ബിക്കോസ് അയാളുടെ ഡ്യൂട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി ആയിട്ടായി കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു ക്രിമിനലിനെ പണിഷ് ചെയ്യുന്നതും മേ ബി സെയിം തന്നെ ആയിരിക്കാം. ഓക്കെ, അതായത് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു മോട്ടീവ് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും അയാളെ കൊണ്ടത് പ്രേരിപ്പിക്കുന്നത്. ഇനി ഒരു ബെഗറിനെ കാണുമ്പോൾ നമ്മളൊരു കോയിൻ കൊടുക്കുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സിമ്പതി കൊണ്ടായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നാശം പോയിക്കോട്ടെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും ആയിരിക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും ആയിരിക്കാം. ഓക്കെ, ഇനി മോട്ടിവേഷന് പ്രധാനമായിട്ടും 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിഹേവിയർ ആക്ടിവേറ്റ് ചെയ്യുക. രണ്ടാമത് പെർസിസ്റ്റൻസ്. മൂന്നാമത് ഇൻറ്റൻസിറ്റി. ഓക്കെ, ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഹേവിയർ ബിഗിനിങ് ചെയ്യുന്നു. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഗോൾ നടാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂഡ് എഫേർട്ട്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എനർജി ആൻഡ് ഫോക്കസ് ആ ഒരു ആക്ടിവിറ്റിക്കാണ് കൊടുത്തത്. ഫോർ എക്സാമ്പിൾ ഇപ്പം തട്ടത്തിമറയത്ത് എന്ന് പറയുന്ന സിനിമയിൽ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലുള്ള ആ ഒരു ഭാഗം, അവിടെ എന്താണ് ഒരു ബിഹേവിയർ, ഇപ്പം ലവ് എന്ന് പറയുന്ന ഒരു ബിഹേവിയർ അവിടെ ആക്ടിവേറ്റഡ് ആവുകയാണ്. ഇനി ആ പെൺകുട്ടീനെ വീഴ്ത്താനും പ്രേമത്തിൽ വീഴ്ത്താൻ വേണ്ടി പെർസിസ്റ്റൻ്റ് ആയിട്ട് അയാൾ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ലെറ്റർ അയക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് ആണ് പെർസിസ്റ്റൻസ്. ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ വരെയും ഏത് അറ്റം വരെയും ആ ഒരു ആക്ടിവിറ്റി സക്സസ്ഫുൾ ആവാൻ വേണ്ടി പോകാനുള്ള താല്പര്യം, അതാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവേഷൻ ഉണ്ട്, പെർസിസ്റ്റൻസ് ഉണ്ട്, ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇതിൽ തന്നെ ഈ ഒരു ഒക്കേഷനിൽ സ്റ്റിമുലസ് ഉണ്ട്. ഏതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്? ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്, അത് അവിടെ തട്ടത്തിലും മുടിയിലും ഒക്കെ തട്ടിത്തടഞ്ഞു പോകും. അതാണ് അവിടെ സ്റ്റിമുലസ്. ആ പെർട്ടിക്കുലർ ഇമോഷനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സ്റ്റിമുലസ് ആണ് ആ ഒരു ഭാഗം. ഓക്കെ, ഇനി ഗിൽഫോർഡിൻ്റെ ഒരു സൈക്കിൾ ഇവിടെ മോട്ടിവേഷൻ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗിൽഫോർഡ് ഇവിടെ പറയുന്ന സൈക്കിളിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യം നമുക്കുണ്ടാകുന്നു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം, ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ടോപ്പർ ആവണം എന്നുള്ളതായിരിക്കാം നമ്മുടെ ആവശ്യം. ഈ ആവശ്യം എന്തിനെ ജനറേറ്റ് ചെയ്യും? ഒരു മോട്ടീവിനെ ജനറേറ്റ് ചെയ്യും. ഈ മോട്ടീവ് വരുമ്പോൾ അത് എന്തിനെ ക്രിയേറ്റ് ചെയ്യും? ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ടെൻഷൻ എന്തിനെ ക്രിയേറ്റ് ചെയ്യും? ആക്ഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആക്ഷനിലൂടെ നമ്മുടെ ടെൻഷൻ എന്താവുന്നു? നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, അത് റെഡ്യൂസ്ഡ് ആവുന്നു. അങ്ങനെ നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഗോൾ ഡയറക്റ്റഡ് അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് ആവുന്നു. നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്നു, നമ്മുടെ ടെൻഷൻ യൂഷ്വലി കുറയുന്നു, നമ്മുടെ ആവശ്യം അവിടെ തൃപ്തികരമായി പൂർത്തീകരിക്കപ്പെട്ടു. ദ നീഡ് ഈസ് സാറ്റിസ്ഫൈഡ്. അതോടുകൂടി മോട്ടീവിൻ്റെ ആവശ്യമില്ല. പിന്നെ മോട്ടിവേറ്റിൻ്റെ കാലം, ഇപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നൊരു ജോലി കിട്ടുന്നതാണെങ്കിൽ നമുക്ക് ജോലി കിട്ടണം, നമുക്ക് അതിൻ്റെ ടെൻഷൻ വരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നു, നമ്മുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ജോലി കിട്ടുന്നതായിട്ട് മാത്രം മാറുന്നു. അങ്ങനെ നമുക്ക് ഫൈനലി ഒരു ജോലി കിട്ടുന്നു, ആ ടെൻഷൻ അവിടെ റെഡ്യൂസ് ആവുന്നു, നമ്മുടെ ആവശ്യം അവിടെ പൂർത്തീകരിക്കപ്പെട്ടു അല്ലേ. പിന്നെ ആ മോട്ടീവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പിന്നെ വരുന്നത് റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. പിന്നെ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടി, ഇനി നമുക്ക് പ്രൊമോഷൻ വേണം, അപ്പോൾ നമ്മൾ വീണ്ടും
ഈ വീണ്ടും മോട്ടിവേറ്റഡ് ആവും, പിന്നെ വീണ്ടും ഫർദർ ആക്ഷൻസ് ചെയ്യും. ഇനി അതിൻ്റെ തന്നെ വേറൊരു സൈക്കിളും കൂടെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നീഡ്സ്, ഡ്രൈവ്, ആക്ഷൻ, ഫീഡ്ബാക്ക്, ഗോൾ അറ്റൈൻമെൻറ്റ്. ഇതും ഗിൽഫോർഡിൻ്റെ സൈക്കിളുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മതി. ഇനി എന്താണ് ഇൻസെൻറ്റീവ്? ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ ഇൻസെൻറ്റീവ് കിട്ടും എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങൾ പല ജോലിക്കും പോകുന്ന ഇൻസെൻറ്റീവ്സ് കിട്ടുമെന്ന് പറയും. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഓർ സ്റ്റിമുലസ് ആണ്. അതായത് മോട്ടിവേഷൻ സൈക്കിളിലുള്ള ഒരു ഫോഴ്സ് ഓർ സ്റ്റിമുലസ്. അത് ഒബ്ജക്ട്സ് ആവാം, റിവാർഡ്സ് ആവാം. അപ്പോൾ സാലറിയുടെ ഇൻക്രീസ്, ഒരു സാലറിയിൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ടോപ്പ് പെർഫോമർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനോ, ടോപ്പ് എംപ്ലോയി ഓഫ് ദി വീക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പലതും കൊടുക്കാറുണ്ട്. അതൊക്കെ എന്ത് തന്നെയാണ്? ഇൻസെൻറ്റീവ്സ് ആണ്. അതായത് എ ബോണസ് ഗിവൻ ടു ദ ഫാക്ടറി വർക്കർ ആക്ട്സ് ആസ് ആൻ ഇൻസെൻറ്റ് ഫോർ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഒരു കമ്പനിയിൽ ബോണസ് ഒക്കെ ഒരു ഫാക്ടറി വർക്കിന് കൊടുക്കുന്നതൊക്കെ ഇൻസെൻറ്റീവ് ആണ്. അയാളുടെ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ 2 പ്രധാന ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, അടുത്തത് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇപ്പോൾ ഈ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് എന്നുള്ളത്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതായിരിക്കും. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിരിക്കും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണ് എന്ന് പറയാൻ പറ്റാതെ അതൊരു സ്പെക്ട്രം പോലെയാണ്. റിയൽ ലൈഫിൽ മോട്ടിവേഷൻ ഈസ് റയർലി 100% ഇൻട്രിൻസിക് ഓർ 100% എക്സ്ട്രിൻസിക്. 100% മോട്ടിവേഷൻ ഇൻട്രിൻസിക് ആയിട്ടോ 100% എക്സ്ട്രിൻസിക് ആയിട്ടോ ഒരിക്കലും വരില്ല. രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കാം മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് പറഞ്ഞു അല്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിനാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ചില ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഏർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആവേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡിസയർ ആയിരിക്കാം. ഇങ്ങനെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉള്ള ആളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ, ആൾ ഏത് ആക്ടിവിറ്റിയിലാണോ എൻഗേജഡ് ആയിട്ടുള്ളത് അതിനെ ആൾ എൻജോയ് ചെയ്യുന്നതായിട്ടും വാല്യൂ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. ഫൈൻഡ് ഇറ്റ് മീനിങ് അതിനൊരു അർത്ഥമുള്ളതായിട്ട് ആൾക്ക് തോന്നും. അല്ലാതെ എന്തെങ്കിലും ഒരു റിവാർഡിന് വേണ്ടിയിട്ടോ, എന്തെങ്കിലും ഒരു ഫിയർ ഓഫ് പണിഷ്മെൻറ്റ്, എനിക്ക് എന്തെങ്കിലും ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിക്കും, അങ്ങനെയുള്ളത് കൊണ്ടൊന്നും ആയിരിക്കില്ല. ആളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം ഇൻട്രിൻസിക് മോട്ടിവേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഉദ്ദേശിച്ചത്, ആളെ തന്നെ വെച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ടാലൻറ്റഡ് ഫുട്ബോളറാണ്. അദ്ദേഹം ഫുട്ബോൾ പ്ലേ ചെയ്യുന്നത് ഔട്ട് ഓഫ് പാഷനാണ്, അല്ലാതെ ഒരു കമ്പൽസറി ആയിട്ട് അല്ലെങ്കിൽ ആളെ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നതല്ല. ആസ് എ പാഷനാണ് പലതും ഫോക്കസ് ചെയ്യുന്നത്. ഇനി സച്ചിൻ ടെണ്ടുൽക്കറും ആസ് എ ചൈൽഡ് ഹി പ്ലേഡ് ക്രിക്കറ്റ് ബിക്കോസ് ഹി ലവ്ഡ് ഇറ്റ്. അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചെയ്തത്. ഇനി അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിന് പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള കാരണം അദ്ദേഹം ഒരു ആർട്ട് അക്കാദമിയിൽ അപ്ലൈ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഇൻഡിവിജ്വൽസ് എല്ലാം അവരുടെ ഒരു പ്യോർ ഡിസയർ ഒരു പാഷൻ കൊണ്ട് മാത്രമാണ് വാട്ട് എവർ ദേ ഫോളോഡ് അതവർ ഫോളോ ചെയ്യാനുള്ള കാരണം, അല്ലാതെ ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊണ്ടല്ല. ഇനി ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ കീ ഫീച്ചേഴ്സ്, ഇത് നമ്മുടെ ഓൺ സേക്കിന് വേണ്ടി, നമ്മുടെ ഓൺ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൽ നമുക്കൊരു നാച്ചുറൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ അതിൽ ഡീപ്ലി ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ആസ് എ ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ നമ്മുടെ ആ കരിയറിൽ നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് സ്റ്റുഡൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ലേണിംഗ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അവർ ഹോംവർക്കൊക്കെ നമ്മളിപ്പോൾ പുഷ് ചെയ്യാണ്ട് തന്നെ അവർ തന്നെത്താൻ അത് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇൻ ലേണിംഗ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഇവിടെ ലേണിങ്ങിനെ ഒരു റിവാർഡിങ്, പഠിക്കുന്നതൊരു എന്താ പറയുക ഒരു അഭിമാനമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഹാപ്പിനെസ് ആയിട്ട് ഒക്കെ ആയിരിക്കും അവർ കാണുന്നത്. അതായത് അവർക്ക് ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കാം അവർ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കുന്നത് കൊണ്ട് മേ ബി ഒരു തൃപ്തി കിട്ടും, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അല്ലെങ്കിൽ അവരത് ചലഞ്ചിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ മോട്ടിവേഷൻ അവരുടെ ഇൻസൈഡിൽ നിന്നായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സോ പാരൻസോ ഒന്നും ഫോഴ്സ് ചെയ്തത് കൊണ്ടായിരിക്കില്ല. ഇനി ഇത് ബേസ് ചെയ്തിരിക്കുന്ന അവരുടെ ബയോളജിക്കൽ നീഡ്സ് ആവാം, ഇമോഷൻസ് ആയിരിക്കാം, സ്പിരിച്വൽ വാല്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രസ്റ്റ്, എന്തും ഇൻട്രിൻസിക് മോട്ടിവേഷനെ മോട്ടിവേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? മോട്ടിവേഷൻ നാച്ചുറലി വരുന്നതാണ്, ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ് ഓർ എൻവയോൺമെൻ്റ് ആണ്, ഓൺ റിവാർഡാണ് അവർക്ക് കിട്ടുക. ഇപ്പോൾ ഒരു പസിൽ സോൾവ് ചെയ്യുക, ഡാൻസിങ്, ഡ്രോയിങ്, ഇതൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഹാപ്പിനെസ് കൊടുക്കുന്ന ഒന്നാണ്. എക്സ്പ്ലോർ ചെയ്യുക, ലേൺ ചെയ്യുക, സെൽഫ് ലേൺ ചെയ്യുക, ലേണിംഗ് എൻജോയ് ചെയ്യുക, ഇതൊക്കെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ ഇത്. ഇനി കുറച്ച് ടൈപ്സ് ഓഫ് ഇൻട്രിൻസിക് ഡ്രൈവ്സ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ഇന്നർ പുഷ് ടു ആക്ട് ആണ്, നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു ആവേശമാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പം ഹങ്കർ ഒരു റെസ്റ്റൊക്കെ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആരെങ്കിലും പറഞ്ഞിട്ടോ പുഷ് ചെയ്തിട്ടായിരിക്കും, നമുക്ക് വിശക്കുന്നു, അതൊരു
ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ നീഡ്സ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഒരു എക്സാമ്പിളാണ്. ക്യൂരിയോസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ലീവ്ഡ് കൺഫ്യൂഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതാണോ അതാണോ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ചിലപ്പം സെർച്ച് ചെയ്ത് നോക്കും ഗൂഗിളിലൊക്കെ. അങ്ങനെ ഷോർട്ട് ലീവ്ഡ് കൺഫ്യൂഷൻ ഇല്ല. നോവൽറ്റി, അതായത് പുതിയതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വായിക്കാനും അറിയാനുള്ളൊരു താല്പര്യം. അതുപോലെ തന്നെ എൻജോയ്മെൻറ്റ്, ഇതൊക്കെ ഇൻട്രൻസിക് ഡ്രൈവ്സിന് എക്സാമ്പിളാണ്. ഇനി ഫ്ലോ എന്ന് പറയുന്നത് ദ പീക്ക് ഓഫ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. അതായത് ദ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഇമോഷൻ ആൻഡ് ജോയ് ഇൻ എ ടാസ്ക്. ഒരു ടാസ്ക് നമുക്ക് കിട്ടി, അത് നമ്മൾ കംപ്ലീറ്റ്ലി അതിലങ്ങോട്ട് വീണുപോയി, അല്ലെങ്കിൽ അത് അത്രയും സന്തോഷമാണ്, അത്ര ഹാപ്പിനെസ് ആണ്. ആ പീക്കിനെയാണ് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്. ടൈം സീംസ് ടു ഡിസപ്പിയർ ആൻഡ് ദ പേഴ്സൺ ബിക്കംസ് ഫുള്ളി ഇൻവോൾവ്. അതായത് സമയവും നേരവും കാലം, നമ്മൾ പലരോടും പറയും, നേരവും കാലമൊന്നും ഇല്ല ഇതിനൊക്കെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരിക്കലും അവർക്ക് സമയം പോലും അവരുടെ ആ പ്രവൃത്തിയെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ളതാണ്. അവർ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കും. ഇനി എങ്ങനെയൊക്കെ ടീച്ചറിന് ഒരു സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്യാം ടു എൻ്റർ ഫ്ലോ എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, റെഗുലർ ഫീഡ്ബാക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ലേണറിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ടുള്ള ടാസ്ക് വേണം കൊടുക്കാൻ. അതുപോലെ തന്നെ അലവിങ് സ്റ്റുഡൻറ്റ് കൺട്രോൾ, എന്ത് ടാസ്ക് കൊടുത്താലും കുട്ടിക്ക് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്. ഇനി സ്കൂളിങ്ങിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, കുട്ടികൾ വളരുന്നതിനനുസരിച്ച് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഓഫൺ ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് പോകും. അതായത് ഇപ്പോൾ നമ്മളൊരു LP ലെവലുള്ള കുട്ടിയുടെ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ചിലപ്പോൾ ഒരു UP ഹൈസ്കൂൾ ലെവലെത്തുമ്പോൾ അവർക്ക് വരണം എന്നില്ല. അതായത് ചിലപ്പോൾ അവർക്ക് ഇറലവൻ്റ് ആണെന്ന് തോന്നാം, അല്ലെങ്കിൽ ബോറിംഗ് ആണെന്ന് തോന്നാം. കൊച്ചു കുട്ടികളുടെ ആ ഒരു ആവേശം ഹയർ ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായാലും റെഡ്യൂസ് ചെയ്ത് വരും. ഇനി എങ്ങനെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഒരു ക്ലാസ് റൂമിൽ ഇംപ്രൂവ് ചെയ്യാം? ഇപ്പോൾ ബോറിംഗ് ആയിട്ടുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ചും കൂടി കോൺക്രീറ്റ് ആൻഡ് റിലേറ്റബിൾ ആക്കുക. പിന്നെ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുമ്പോൾ റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് കൊടുക്കുക, അത് കുറച്ചും കൂടി മീനിങ് ഫുള്ള് ആയിരിക്കും. നൗ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇപ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? ദ മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം ഔട്ട്സൈഡ് ദ ഇൻഡിവിജ്വൽ. അതായത് നമുക്ക് ഇന്നർ അല്ലെങ്കിൽ ഇന്നേറ്റ് ആയിട്ടല്ല വരുന്നത്, പുറത്തു നിന്ന് വരുന്ന ഒരു മോട്ടിവേഷനാണ്. എക്സ്റ്റേണൽ റിവാർഡ്സ് ഒരു പ്രഷേഴ്സ് ആയിരിക്കാം അതിൻ്റെ കാരണം, അല്ലാതെ നമ്മുടെ ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ആയിരിക്കില്ല. ഇനി ദ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ഈസ് നോട്ട് ദ ടാസ്ക് ഇറ്റ് സെൽഫ്. ആ ടാസ്ക് ആയിരിക്കില്ല അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, പക്ഷേ സംതിങ് ദാറ്റ് റിസൾട്ട്സ് ഫ്രം കംപ്ലീറ്റിംഗ് ദ ടാസ്ക്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒന്നായിരിക്കാം അതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദ പേഴ്സൺ പെർഫോംസ് ദ ആക്ടിവിറ്റി ഫോർ എ സെപ്പറേറ്റ് ഔട്ട്കം, നോട്ട് ബിക്കോസ് ദേ എൻജോയ് ഇറ്റ്. ഇത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നൊന്നുമില്ല. അതിൻ്റെ ഒരു ഔട്ട്കം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, റീഡിങ് ബുക്സ് ജസ്റ്റ് ടു പാസ് ആൻ എക്സാം, നോട്ട് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ ബുക്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്സ് ആണ് കേട്ടോ. ഒരു എക്സാം പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നു, അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, പാരൻസ് പ്രഷർ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഡൂയിങ് എ ജോബ് ടു മീറ്റ് ഫിനാൻഷ്യൽ നീഡ്സ് ഓർ ഫുൾഫിൽ ഫാമിലി എക്സ്പെക്ടേഷൻ. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ജോലി ചെയ്യുന്നു, അല്ലാതെ താല്പര്യം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. ഇതൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ്റെ എക്സാമ്പിളാണ്. ഇനി കീ ഫീച്ചേഴ്സ് ഓഫ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഈ ടാസ്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ടൊരു തൃപ്തിയും കംപ്ലീറ്റ് ആയിട്ടൊരു തൃപ്തിയും അതിൽ നിന്ന് ലഭിക്കണം എന്നില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത്. ചിലപ്പോൾ റിവാർഡ്സ് ആയിരിക്കാം, മണി, മാർക്സ്, ട്രോഫീസ്, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ അപ്രൂവൽ, ടൈറ്റിൽസ് ആൻഡ് ഓണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫെയിലിയർ ആവുമോ എന്നുള്ളൊരു ഫിയർ ആവാം, കോമ്പറ്റീഷനോ റിജക്ഷൻ, ഇതൊക്കെ ആയിരിക്കാം കാരണം. ഇനി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഇൻ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ പല സ്റ്റുഡൻസും പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പണിഷ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുട്ടികൾ പഠിക്കും, പ്രൈസസിനും ഗുഡ് ഗ്രേഡ്സിനും വേണ്ടി പഠിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഭാഗങ്ങൾ പ്രഷർ കൊണ്ട് പഠിക്കും. അപ്പോൾ ടീച്ചേഴ്സ് പലപ്പോഴും റെയിൻഫോഴ്സ്മെൻറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ചിലർ പ്രൈസ് ചെയ്യും, ചിലർ പണിഷ്മെൻറ്റ് ചെയ്യും. ഇതെല്ലാം ഫോംസ് ഓഫ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അപ്പോൾ മോസ്റ്റ് ക്ലാസ് റൂം ലേണിംഗ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷനിലൂടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മോട്ടിവേറ്റേഴ്സിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ കംസ് ഫ്രം വിത്തിൻ, എക്സ്ട്രിൻസിക് കംസ് ഫ്രം ദ ഔട്ട്സൈഡ്. ഇൻട്രൻസിക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എൻജോയ്മെൻറ്റോ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എക്സ്ട്രിൻസിക് എന്തായിരിക്കും? റിവാർഡ് ഓർ ഫിയർ ആണ്. ഇൻട്രൻസിക് കുറച്ചും കൂടി ഡീപ്പർ ലേണിംഗ് ആണ്. എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് ടെമ്പററി പെർഫോമൻസ് ആണ്. ഇൻട്രൻസിക് സെൽഫ് ഡ്രിവൺ ആണ്, അതായത് നമ്മൾ സ്വയം ആണ് ആ ഒരു ഔട്ട്കമ്മിലേക്ക് പോകുന്നത്.
എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അപ്രൂവൽ ഓർ റിവാർഡ്സ്. ഇനി ഇൻട്രിൻസിക് മോട്ടിവേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്സ് തരും. ടീച്ചേഴ്സ് എപ്പോഴും എയിം ചെയ്യേണ്ടത് ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ബിൽഡ് ചെയ്യാനാണ് ബൈ ക്രിയേറ്റിംഗ് പോസിറ്റീവ് എൻവയോൺമെൻറ്റ്സ്. ഇനി ഒരുപാട് റിവാർഡ്സും ഒരുപാട് പണിഷ്മെൻറ്റ്സും കൊടുത്താൽ നാച്ചുറലായിട്ട് അവരുടെ ഇൻട്രസ്റ്റ് പോകും, ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവർ ഫോക്കസ് ചെയ്യുന്നത് ഔട്ട്കംസിലായിരിക്കും, ലേണിങ്ങിലായിരിക്കില്ല. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ടേംസ് പറയാനുണ്ട്. ഒന്ന് ഫങ്ഷണൽ ഓട്ടോണമി, അതായത് ഈവൻ ഇഫ് ദ മോട്ടിവേഷൻ സ്റ്റാർട്ട്സ് എക്സ്റ്റേണലി ഇറ്റ് ക്യാൻ ബിക്കം ഇൻറ്റേർണലൈസ്ഡ്. അത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു പുഷ് കൊടുത്താൽ പോലും ചിലപ്പോൾ അത് ഇൻറ്റേർണലൈസ്ഡ് ആവാം. എക്സാമ്പിൾ, എ പേഴ്സൺ ടേക്സ് എ ജോബ് ഫോർ മണി ബട്ട് ലേറ്റർ ഫൈൻഡ്സ് ആൻഡ് ജോയ് ആൻഡ് മീനിങ് ഇൻ ദ വർക്ക്. അതായത് ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയായിരിക്കും ഒരാൾ ഒരു ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ ചിലപ്പോൾ അത് അയാൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ മോട്ടിവേഷൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്തായിട്ട് മാറും? ഇൻട്രൻസിക് ആയിട്ട് മാറും. അതായത് നമ്മൾ താല്പര്യമില്ലാതെ ചെയ്തു തുടങ്ങുന്ന ഒരു പ്രവൃത്തി പിന്നീട് നമുക്ക് അതിലൊരു ഇൻട്രസ്റ്റ് വരുന്നു. അതാണ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഇനി ഇന്റേണലൈസേഷൻ ഓഫ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ തന്നെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വരുന്നത്. എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇൻട്രൻസിക് ആവും. ചിലപ്പോൾ പാരൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, നമ്മൾ പക്ഷെ അത് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ടീച്ചേഴ്സിന് ഈ ഒരു ഓട്ടോണോമി അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എക്സസീവ് ആയാൽ ഉള്ള പ്രശ്നങ്ങളാണ്. പണിഷ്മെൻ്റ് ഒക്കെ ഒരുപാട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫിയർ, റിസെൻമെൻറ്റ്, അതായത് ഒരു വിരോധം വരാം. അതുപോലെ തന്നെ ഒരു അവോയ്ഡൻസ് ബിഹേവിയർ, ചിലപ്പോൾ ക്ലാസ്സിൽ വരാതെ ആവാം, അല്ലെങ്കിൽ ടീച്ചറിനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടീച്ചറുടെ പീരീഡ് അവോയ്ഡ് ചെയ്യാം. അതൊക്കെ എക്സ്ട്രീം പണിഷ്മെൻറ്റ്സ് കൊണ്ടുവരാം. ഓവർ റിവാർഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് വരാം, ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി പോകും. ഇങ്ങനെ റിവാർഡ് കിട്ടുന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു രീതിയായി പോകും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും കോൺസ്റ്റൻ്റ് ആയിട്ട് റിവാർഡ്സ്. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആയിട്ട് റിവാർഡ്സ് കൊടുക്കുന്നതാണ്. സെൽഫ് മോട്ടിവേഷനാണ് കുട്ടികൾക്ക് വേണ്ടത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കാം. ഇനി 1-2 കോൺസെപ്റ്റ്സ് ഉണ്ട്. ഒന്ന് പ്രീമാർക്ക് പ്രിൻസിപ്പിൾ. ഇതൊരു ഹൈലി പ്രിഫേർഡ് ആക്ടിവിറ്റിയാണ്, യൂസ്ഡ് ടു മോട്ടിവേറ്റ് എ ലെസ് പ്രിഫേർഡ് വൺ. എക്സാമ്പിൾ, അതായത് ഇപ്പോൾ പ്രീമാർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ടത്, അങ്ങനെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് പറയാണ് ഹോംവർക്കൊക്കെ കഴിഞ്ഞിട്ട് നീ കാർട്ടൂൺ കണ്ടാൽ മതി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ കാർട്ടൂൺ കാണണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ലെങ്കിലും കുട്ടി ഹോംവർക്ക് ചെയ്യും. അതാണ് പ്രീമാർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊക്കെ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാവുന്ന ടീച്ചേഴ്സിന്, അതായത് ഇഫ് യു സ്റ്റഡി വെൽ ഐ വിൽ ടേക്ക് യു ഔട്ട് സൈഡ്, ഐ വിൽ ടേക്ക് യു ടു ദ പാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ടൂർ കൊണ്ടുപോകാം എന്നൊക്കെ പറയുന്നത് പ്രീമാർക്ക് പ്രിൻസിപ്പിളാണ്. വേറൊരു മോട്ടിവേഷണൽ ടെക്നിക്കാണ് ടോക്കൺ എക്കണോമി. അതായത് ടോക്കൺസോ പോയിന്റ്സോ എന്തോ ഗുഡ് ബിഹേവിയറിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ ടോക്കൺസ് എന്ത് ചെയ്യും? ആർ ലേറ്റർ എക്സ്ചേഞ്ച് ഫോർ റിവാർഡ്സ്. എന്തെങ്കിലും ഒരു സ്മോൾ ഗിഫ്റ്റ് ആയിട്ടോ എക്സ്ട്രാ പ്ലേ ടൈം ആയിട്ടോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ക്ലാസ് റൂം മാനേജ്മെൻറ്റിനും ബിഹേവിയറൽ തെറാപ്പിക്കൊക്കെ ടോക്കൺ എക്കണോമി യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര സ്ട്രക്ചേർഡ് ആൻഡ് റെയിൻഫോഴ്സ്ഡ് സിസ്റ്റമാണ് ടോക്കൺ എക്കണോമി എന്ന് പറയുന്നത്. അമോട്ടിവേഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓർ ഇൻറ്റൻഷൻ ടു ആക്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല എന്ന് കുട്ടിക്ക് തോന്നുകയാണ്. എത്ര എഫേർട്ട് എടുത്താലും ഇറ്റ് വോണ്ട് ലീഡ് ടു സക്സസ് എന്ന് തോന്നുകയാണ്. ഭയങ്കര പാസീവ് ആൻഡ് ഡിസെൻഗേജ്ഡ് ആയിട്ട് ഇനീഷ്യേറ്റീവ് ഒന്നും എടുക്കാതെ ആയിരിക്കും അമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാൾ. അതിൻ്റെ കോമൺ സയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ക്ലാസ്സിൽ, ലേണിംഗ് ടാസ്കുകളെല്ലാം അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി അമോട്ടിവേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, ഒരു ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരു പാരൻറ്റിനോ തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ കുട്ടിയുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരണം, ഇൻ്റർവീൻ ചെയ്യണം, ആ കുട്ടിയുടെ കോൺഫിഡൻസും പർപ്പസും ഉയർത്തിക്കൊണ്ട് വരണം. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. ഇതെന്താന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഡിസയർ ടു സക്സീഡ്, ഗ്രോ ആൻഡ് അച്ചീവ് ഗോൾസ്. അതായത് ഒരു ഡിസയർ വരികയാണ്, സക്സസ്ഫുൾ ആയിരിക്കണം, എനിക്ക് വളരണം, എനിക്ക് അച്ചീവ് ചെയ്യണം എന്നല്ല. ഓക്കെ, ഇതിൻ്റെ ഡ്രൈവൺ ബൈ ഡ്രീംസ് ഓഫ് സക്സസ്, സെൽഫ് പ്രൂവിങ് മൈൻഡ് സെറ്റ്, അതായത് സക്സസ്ഫുൾ ആവണമെന്നുള്ളതിനെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, പിന്നെ എൻ്റെ വർത്ത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ സെൽഫ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളൊരു അജണ്ട, ഇതൊക്കെയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, ഇത് മുൻപോട്ട് ഒരാശയമായിട്ട് വെച്ചിരിക്കുന്നത് മെക്ലെൻഡാണ്. മെക്ലെൻഡിൻ്റെ തിയറി വന്നിരിക്കുന്നത് 1951-ലാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഡെവലപ്പ് ചെയ്തത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. അതായത് ഹ്യൂമൻസ് ആർ നോട്ട് ജസ്റ്റ് ടെൻഷൻ റെഡ്യൂസേഴ്സ് അല്ല, പക്ഷെ ഗോൾ സീക്കേഴ്സ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആശയം. ഓക്കെ, അതായത്
ദേ കമ്പയർ ദംസെൽസ് ടു സ്റ്റാൻഡേർഡ്സ് ഓഫ് എക്സലൻസ്. ഇപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, നമ്മൾ മറ്റൊരാളുമായി കമ്പയർ ചെയ്ത് അത് അച്ചീവ് ചെയ്യാനായിട്ട് നോക്കും. ലോങ് ടേം ഗോൾസ് എപ്പോഴും സെറ്റ് ചെയ്യാനായിട്ട് നോക്കും. നമ്മുടെ എഫേർട്ടും അതുപോലെ തന്നെ പെർസീവറൻസ്, നമ്മുടെ നിശ്ചയദാർഢ്യവും നമ്മുടെ ആഗ്രഹവും എല്ലാം നമ്മൾ യൂസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പിക്ക് കൊടുത്തിട്ടുണ്ട് റെപ്രസെൻറ്റിങ് ഹിസ് തിയറി, മെക്ലാൻസ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷണൽ തിയറി. അതിന് പ്രചോദനമാവുന്നത് നീഡ് ഫോർ പവർ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ. അപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് എ സ്റ്റുഡൻറ്റ് ഡിസയേഴ്സ് ടു ബി സക്സസ്ഫുൾ. ഒരാൾ എത്രത്തോളം സക്സസ്ഫുൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ലെവലിനെയാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദ ഡിഗ്രി ടു വിച്ച് എ സ്റ്റുഡൻറ്റ് ഡിസയേഴ്സ് ടു ബി പവർഫുൾ. ഇനി ഹൈ അച്ചീവിങ് സ്റ്റുഡൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവും, ഫോക്കസ്ഡ് ആയിരിക്കും, കമ്മിറ്റഡ് ആയിരിക്കും, എന്ത് ചലഞ്ചും അവർ അക്സെപ്റ്റ് ചെയ്യും, അത് ഫെയിലിയറിൽ നിന്ന് അവർ ലേൺ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി അച്ചീവ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, ആ കുട്ടി ഫെയിലിയേഴ്സിൽ നിന്ന് എന്തെങ്കിലും ലേൺ ചെയ്യണം. അവരുടെ ഓൺ പ്രോഗ്രസ് അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി എങ്ങനെ നമുക്ക് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാം? ഹോമിൽ വേണ്ട പ്രത്യേകതകൾ: സപ്പോർട്ടീവായിട്ടുള്ള പാരൻസ് വേണം, ക്ലിയർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് കൊടുക്കണം. സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സ് എൻകറേജിങ് ആയിരിക്കണം, ഓട്ടോണോമി ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം കുട്ടികൾക്ക് ലേണിംഗ്. പിന്നെ ഭയങ്കര മോട്ടിവേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ക്ലൈമറ്റ് ആയിരിക്കണം. സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണെങ്കിലോ ഹാർഡ് വർക്കിനെയും സക്സസിനെയും സെലിബ്രേറ്റ് ചെയ്യണം. അവിടെ അവർക്ക് റോൾ മോഡൽസും സക്സസ് സ്റ്റോറീസൊക്കെ വേണം. ടീച്ചറിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളിൽ വിശ്വസിക്കുക, തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ വിശ്വസിക്കുക, അവർക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക, ഫ്രീഡം കൊടുക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ഏജിന് സൂട്ടബിൾ ആയിട്ടുള്ള ചലഞ്ചസ് കൊടുക്കുക. അടുത്ത ടോപ്പിക്കാണ്, ദിസ് ഈസ് ദ ഫൈനൽ ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ, ദ റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിംഗ്. ഓക്കെ, എന്താണ് ദ ഇമ്പോർട്ടൻസ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്? അതായത് നമ്മൾ ആസ് എ ടീച്ചർ എന്താണ് ഇതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് എന്നുള്ളത് നമ്മൾ നോക്കുന്നു. അപ്പോൾ മോട്ടിവേഷൻ എന്ത് ചെയ്യുന്നു? ലേണിങ്ങിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്യുന്നു, ദാറ്റ് മീൻസ് നിലനിർത്തുന്നു, എഫേർട്ടിനെ ഗൈഡ് ചെയ്യുന്നു, ടീച്ചറുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റുമായിട്ടുള്ള എൻഗേജ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇനി ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്തൊക്കെ സംഭവിക്കാം? പുവർ മെമ്മറി ആയിരിക്കാം, പാസീവ് ആയിട്ട് ലേണിംഗ്, ആർക്കോ വേണ്ടി പഠിക്കുക എന്നൊക്കെ പല ടീച്ചേഴ്സും നമ്മളോട് കമൻറ്റ് പറഞ്ഞാണ്, പാസീവ് ലേണിംഗ് ആയിരിക്കാം, ലാക്ക് ഓഫ് എഫേർട്ട് ആൻഡ് ഇൻട്രസ്റ്റ് ആയിരിക്കാം. സ്ട്രോങ് മോട്ടിവേഷൻ ആണെങ്കിലോ ആക്റ്റീവ് ആയിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും, അവർ എൻജോയ് ചെയ്യും ലേണിംഗ് എക്സ്പീരിയൻസ്. പിന്നെ ഈവൺ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അവർ ഒന്നും വിട്ടുകൊടുക്കാതെ അവർ ദേ വിൽ ബി പെർസിസ്റ്റൻ്റ്, ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അവർ പഠിക്കും. പിന്നെ അവരുടെ എനർജി അവർ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, റിസൾട്ട് ഔട്ട്കം ബേസ്ഡ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി ഇതിന് ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതായത് മോട്ടിവേഷൻ്റെ റോൾ ഓഫ് മോട്ടിവേഷൻ ഇൻ ലേണിങ്ങിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഏതൊരു കുട്ടിയും നിലത്ത് വീഴും, കൈയും കാലൊക്കെ മുറിയും, പക്ഷെ അവരത് കീപ്പ് ഓൺ ട്രൈയിങ് ആയിരിക്കും. അങ്ങനെ അവരത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർക്കതിൽ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് അല്ലേ, അതാണ് അവരുടെ ഇൻറ്റേർണൽ റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നതാണ് ആ കുട്ടിയെ എന്ത് ചെയ്തത്, ഫ്യൂവൽ ചെയ്തത് ഫോർ ലേണിംഗ്. ഇനി എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് മോട്ടിവേഷൻ നോക്കുകയാണെങ്കിൽ മോട്ടിവേഷൻ ലേണിങ്ങിൻ്റെ ഒരു സെൻട്രൽ പാർട്ടാണ്. ഈവൺ ദ ബെസ്റ്റ് ടീച്ചിങ് ഫെയിൽസ് വിത്തൗട്ട് ഇറ്റ്. ഇപ്പോൾ ഒരു കുട്ടി ഒട്ടും മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായി പഠിപ്പിച്ചാലും ഒരു കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മോട്ടിവേറ്റഡ് സ്റ്റുഡൻറ്റ് എങ്ങനെയായിരിക്കും? സ്വന്തമായിട്ട് ഓണർഷിപ്പ് ഓഫ് ലേണിംഗ്, സ്വന്തമായിട്ട് പഠിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ബെറ്റർ അക്കാദമിക് സക്സസ് ആയിരിക്കും. ഇനി ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം? ലേണിംഗ് എന്ന് പറയുന്ന ഒരു വോളണ്ടറി ആക്ടിവിറ്റിയാണ് ടീച്ചേഴ്സ് റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ്. എക്സ്ട്രാ സപ്പോർട്ട് ഹാർഡ് സബ്ജക്ട്സിലൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി സ്പാർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ആസ് ടീച്ചേഴ്സ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോട്ടിവേഷൻ ഇസ് ടു ലേണിംഗ് വാട്ട് എനർജി ഇസ് ടു മിഷൻസ്. വിത്തൗട്ട് ഇറ്റ് നത്തിങ് വർക്ക്സ്. എന്താ ഇവിടെ പറയുന്നത്? അതായത് ഏതൊരു മെഷീനും വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു എനർജി വേണം അല്ലേ. എനർജി എന്ന് പറഞ്ഞാൽ പവർ സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് സിസ്റ്റം ആയിരിക്കാം. അപ്പോൾ ലേണിങ്ങിന് മോട്ടിവേഷൻ എന്ന് പറയുന്നത് മെഷീൻസിന് എനർജി എന്ന് പറയുന്നത് പോലെയാണ്. അതില്ലെങ്കിൽ നത്തിങ് വർക്ക്സ്, അതില്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസ് റൂം മോട്ടിവേറ്റിംഗ് ടെക്നിക്സ്.
എന്തുകൊണ്ടാണ് ക്ലാസ് റൂമിൽ മോട്ടിവേഷൻ വേണ്ടത്? അത് ലേണിംഗ് എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മെൻ്റലി ടയറിങ് ആണ്, മനസ്സ് മുഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ മോട്ടിവേഷൻ അത് ഇൻറ്റേർണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും എഫക്റ്റീവ് ലേണിംഗ് നടക്കണമെങ്കിൽ മോട്ടിവേഷൻ വേണം. അപ്പോൾ ടീച്ചേഴ്സ് എന്താണ് ഉറപ്പാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ആണ് എന്നുള്ളത് ടീച്ചേഴ്സ് ഉറപ്പാക്കണം. അത് ഒരു കീ പാർട്ട് ഓഫ് ഗുഡ് ടീച്ചിങ് ആണ്. അപ്പോൾ ടീച്ചേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗെറ്റ് സ്റ്റുഡൻസ് ഇൻട്രസ്റ്റഡ്, അവർക്ക് ആ ഇൻട്രസ്റ്റ് കൊണ്ടുവരണം. ആ ഇൻട്രസ്റ്റ് ത്രൂ ഔട്ട് ദ ലെസൺ സസ്റ്റെയിൻ ചെയ്യാനും നോക്കണം. ഇനി ടീച്ചറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ദാറ്റ് ബൂസ്റ്റ് മോട്ടിവേഷൻ. അതായത് ടീച്ചർക്ക് സ്ട്രോങ് സബ്ജക്റ്റ് നോളജ് വേണം. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുട്ടികളുടെ അറ്റൻഷൻ പിടിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അതായത് ഒരു ടീച്ചറുടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അതൊരു വെൽക്കമിങ് എൻവയോൺമെൻ്റ് ആയിട്ട് തോന്നണം. ഗുഡ് പ്രൊഫഷണൽ സ്കിൽസ് വേണം. അതായത് സ്ട്രക്ചർഡ് ആൻഡ് ഓർഗനൈസ്ഡ് ടീച്ചിങ് ആയിരിക്കണം. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് എനർജിയും എന്തായിരിക്കണം? ബെറ്റർ ഫോമിലായിരിക്കണം. ആ എന്തൂസിയാസമാണ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റുഡൻസിൻ്റെ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ട് ടീച്ചിങ്ങിനെ കസ്റ്റമൈസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ എബിലിറ്റി ടു റിലേറ്റ് ലേണിംഗ് ടു റിയൽ ലൈഫ്. എന്ത് കാര്യം പഠിപ്പിക്കുകയാണെന്ന് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അതിൻ്റെ റെലവൻസ് കാണിച്ചുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കണം. പേഴ്സണൽ എന്തൂസിയാസം വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, ഇമോഷണൽ കണക്ഷനൊക്കെ കുട്ടികളുമായിട്ട് ഡെവലപ്പ് ചെയ്യണം. ലെവറേജിങ് സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ, അതായത് യൂസിങ് സംതിങ് ടു ഇറ്റ്സ് മാക്സിമം അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ് ഇൻ ഓർഡർ ടു അച്ചീവ് എ ഡിസൈർഡ് റിസൾട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഒരു സാധനത്തിന് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലെവറേജിങ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കും ഓരോ തരത്തിലായിരിക്കും. പക്ഷെ പല യൂണിവേഴ്സൽ ടെക്നിക്സ് ഉണ്ട്, അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ കണക്ട് ലെസൺസ് ടു സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ടു മേക്ക് ലേണിംഗ് പേഴ്സണലി മീനിങ്. അതായത് കുട്ടികളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ലെസൺസിനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ലേണിംഗ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവർ കുറച്ചും കൂടെ അക്കാദമിക് ഗോൾസിനോട് കമ്മിറ്റഡ് ആയിരിക്കും. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ഒരു 10 ടെക്നിക്സ് ഇവിടെ പറയുന്നുണ്ട്, കീ ടെക്നിക്സ്. ഒന്ന്, സെറ്റിംഗ് അപ്പ് എ ഗോൾ. ഏതൊരു ആക്ടിവിറ്റിക്കും ഒരു ഗോൾ വേണം. ഒരു ക്ലിയർ പർപ്പസ് ഇല്ലെങ്കിൽ ആ ടാസ്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടിയെ നമുക്ക് ഒരിക്കലും എൻഗേജ്ഡ് ആയിട്ട് നിർത്താനായിട്ട് പറ്റില്ല. ഇനി ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്താണ് ഓരോ ലെസണിൻ്റെ ഫ്രണ്ടിലും എഴുതിയിട്ടുണ്ടാവുമല്ലോ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതെന്തൊക്കെയാണെന്നുള്ളത് കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ, അത് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആവും. പിന്നെ ഒന്നെന്ന് പറയുന്നത് ന്യൂ സ്കിൽസ് അക്യൂർ ചെയ്യുക എന്നുള്ള പർപ്പസിൽ ടീച്ചേഴ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളെ എഫക്റ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, ദ ക്ലിയർ പെർസെപ്ഷൻ ഓഫ് ഗോൾസ് ഡയറക്റ്റ് സ്റ്റുഡൻസ് എഫേർട്സ് ആൻഡ് ഇംപ്രൂവ്സ് ലേണിംഗ് ഔട്ട്കംസ്. അതായത് എന്താണ് ഈ ഗോൾ, എന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ ലേണിംഗ് ഔട്ട്കം ഇംപ്രൂവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. രണ്ട്, മെയിൻറ്റെയിനിങ് എ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ. ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് എലാബറേറ്റ് ആയിട്ട് പറയണം. ഒരു പ്ലസൻറ്റ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ആയിരിക്കണം, വെൽ എക്യുപ്ഡ് ആയിരിക്കണം, ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ക്ലാസ് റൂം ആയിരിക്കണം. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് നോയ്സ്, സഡൻ ചേഞ്ചസ്, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കണം. ക്ലാസ് റൂം എന്ന് പറയുന്നത് വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം. അത്യാവശ്യം വായുവും വെള്ളവും വെളിച്ചമൊക്കെ കിട്ടുന്ന ലഭ്യമാവുന്ന ഒരു ക്ലാസ് റൂം ആയിരിക്കണം. പീസ്ഫുള്ളി ഡെക്കറേറ്റഡ് ആയിരിക്കണം. ഒരുപാട് ഡിസ്ട്രാക്റ്റിംഗ് ഇമേജസ് ഒന്നും ഇല്ലാതെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊക്കെ നോക്കണം. പിന്നെ ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആയിരിക്കും. കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനും നന്നായിട്ട് ലേൺ ചെയ്യാനും കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ്, ലിങ്ക് ന്യൂ ലേണിംഗ് വിത്ത് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഓൾറെഡി അവർക്ക് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുക, ഓൾഡ് ഐഡിയാസും ന്യൂ വൺസുമായിട്ട് കണക്ട് ചെയ്യുക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഈ ടെക്നിക്ക് ഹെൽപ്ഫുൾ ആണ്. ഫോർത്ത് വൺ, അഡോപ്റ്റ് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ്. ഭയങ്കര റിജിഡ് ട്രഡീഷണൽ മെത്തേഡ്സ് ഒക്കെ മോട്ടിവേഷനെ നശിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ കുറച്ചും കൂടെ ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് അപ്രോച്ചസ് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ നീഡ്സ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽസിനെ ഹെൽപ്പ് ചെയ്യും. ഇനി യൂസ് അപ്രോപ്രിയേറ്റ് ഓഡിയോ വിഷ്വൽ മെത്തേഡ്സ്. ഇപ്പോൾ ചാർട്ട്സ്, വീഡിയോസ്, മോഡൽസ് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ലാബ്സ്, ലൈബ്രറീസ്, മ്യൂസിയംസ് യൂസ് ചെയ്യാം. മൾട്ടി സെൻസറി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇനി ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാം. അതായത് സ്റ്റുഡൻസിന് അവരുടെ പ്രോഗ്രസ്സിനെ കുറിച്ച് മനസ്സിലാക്കിപ്പിക്കാം. ടൈമിലി സ്പെസിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കുട്ടികൾക്ക് കൊടുക്കാം. പ്രോഗ്രസ് ചാർട്ട്സും റിപ്പോർട്ട് കാർഡ്സും ഒക്കെ ഇങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സെവൻത്ത്, പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ. അതായത്
ചിൽഡ്രൻ എപ്പോഴും എങ്ങനെയായിരിക്കും, മറ്റുള്ളവരെ ഔട്ട് പെർഫോം ചെയ്യണം, അവൻ ചെയ്തതിനേക്കാളും നന്നായിട്ട് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് കോമ്പറ്റീഷനാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. ഒന്ന് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. അപ്പോൾ പലപ്പോഴും അൺഫെയർ ബിഹേവിയറൊക്കെ കാണിക്കും. ചിലർ വൺ സെൽഫ് ആയിരിക്കും, അതായത് പേഴ്സണൽ ഗ്രോത്തും ഇൻട്രൻസിക് മോട്ടിവേഷനും അവരുടെ ഓൺ, അതായത് ഞാൻ എന്നോട് തന്നെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ലെവലായിരിക്കും. ഇനി എന്താണ് ഐഡിയൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വേണം, ടീം വർക്കും വേണം. അതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം. പരസ്പരം കോപ്പറേറ്റ് ചെയ്യാനും കോമ്പീറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കുകയാണെങ്കിൽ, ടീം സ്പിരിറ്റ് കൊണ്ടുവരാം, യൂണിറ്റി, സോഷ്യൽ വാല്യൂസ്, അതുപോലെ തന്നെ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് അവരൊന്നിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. 8th പോയിന്റ്, പ്രേസ് ആൻഡ് ബ്ലെയിം. ഇത് രണ്ടും പവർഫുൾ മോട്ടിവേറ്റേഴ്സ് ആണ്. ഇതിൻ്റെ എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ലേണറുടെ പേഴ്സണാലിറ്റിയാണ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെലിവറി. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്, ബ്ലെയിം ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും, ആരാണിത് ചെയ്യുന്നത് എന്നുള്ളതും അനുസരിച്ചിരിക്കും. ഇപ്പോൾ ജനറലായിട്ട് ബ്ലെയിം വർക്ക്സ് ബെറ്റർ വിത്ത് യങ് ചിൽഡ്രൻ. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഓക്കെ ടീച്ചർ എന്നെ ഇങ്ങനെ പറഞ്ഞു അല്ലേ, ഞാൻ മോട്ടിവേറ്റഡ് ആവണം എന്നൊരു ചിന്ത ഡെവലപ്പ് ചെയ്യാം. ഗേൾസ് ആണെങ്കിൽ കൂടുതലായിട്ടും പ്രൈസ് ചെയ്യുന്നതാണ് ബെറ്റർ റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നുണ്ട്. ഇനി ചില സ്റ്റുഡൻസിന് രണ്ടും, പ്രൈസും ബ്ലെയിമും രണ്ടും വർക്കാവും. ഇനി ടീച്ചറിൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും നേച്ചർ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുശേഷം പ്രൈസ് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലെയിം കൊടുക്കുക. അത് വൈസ്ലി ആയിട്ടും ഫെയർലി ആയിട്ടും കൊടുക്കാൻ പറ്റും, അതായത് ബുദ്ധിപൂർവ്വം അതുപോലെ തന്നെ ഫെയർ ആയിട്ട്. അതായത് കുറച്ച് പേരെ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നു, കുറച്ച് പേരെ എപ്പോഴും പ്രൈസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. 9th one, റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. റിവാർഡ് ഒരു പോസിറ്റീവ് മോട്ടിവേറ്റർ ആണ്. നമ്മൾ ഡിസയർ ചെയ്യുന്ന ബിഹേവിയർ പ്ലസൻറ്റ് ഫീലിങ്സോട് കൂടി കൊണ്ടുവരാനായിട്ട് റിവാർഡിന് കിട്ടും. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മോട്ടിവേറ്റർ ആണ്, കാരണം അത് നമ്മൾ പേടിപ്പിച്ചുകൊണ്ടാണ് പണിഷ്മെൻറ്റ് വരുന്നത്. അതായത് ചിലപ്പോൾ ഇനീഷ്യേറ്റീവിനെ ഡിസ്കറേജ് ചെയ്യാം, ലീഡർഷിപ്പ്, ക്രിയേറ്റിവിറ്റി, ഇൻഡിപെൻഡൻറ്റ് തിങ്, ഇതിനൊക്കെ അത് ഡിസ്കറേജ് ചെയ്യാം. റിവാർഡ്സ് യൂസ്ഡ് ഇൻ സിന്ധി കൾച്ചർ ഇൻക്ലൂഡ്, അതായത് സിന്ധി കൾച്ചറിൽ rewards that can be used, recognize ചെയ്യുക, wow you have done it really well, great എന്നൊക്കെ പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുക. നമുക്ക് പ്രൈസസ് കൊടുക്കാം, സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാം, മെഡൽസ് കൊടുക്കാം. ഇതിനൊക്കെ ഒരു സൈക്കോളജിക്കൽ വാല്യൂ ഉണ്ട്. അത് ക്രിയേറ്റിവിറ്റി, സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് റെസ്പെക്റ്റ്, ഡെമോക്രാറ്റിക് വാല്യൂസ്, ഇതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് മാക്സിമം കുറയ്ക്കുക, കാരണം അത് മോട്ടിവേഷനെ ഹാം ചെയ്യും, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഗ്രോത്തിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യും, നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ബെറ്റർ റിസൾട്ട്സ് റിവാർഡ്സിനേക്കാളും ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ പോലും അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ്. ഈ റിവാർഡിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾ റിവാർഡിൽ അല്ലെങ്കിൽ മെഡലിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക, ലേണിങ്ങിലായിരിക്കില്ല. ജെന്യുവിൻ ഇൻട്രസ്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റിവാർഡും പണിഷ്മെൻറ്റും ഒക്കെ കെയർഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. 10th one is promoting ego involvement. എല്ലാ സ്റ്റുഡൻറ്റിനും സെൽഫ് റെസ്പെക്റ്റും സോഷ്യൽ സ്റ്റാറ്റസും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതായിരിക്കും. അപ്പോൾ കുട്ടികളെ ഏതെങ്കിലും ഒരു തരത്തിൽ റിഡിക്യൂൾ ചെയ്യുക, സ്നബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന അല്ലെങ്കിൽ കളിയാക്കുക എന്നുള്ളതെല്ലാം അവരുടെ മോട്ടിവേഷനെ ഹാം ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമല്ല, അത് വളരെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒന്നും കൂടിയാണ്. ഇനി മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ, ബൈ അപ്പീലിംഗ് ടു ദ സ്റ്റുഡൻസ് ഈക്കോ സാറ്റിസ്ഫാക്ഷൻ. ഈക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ഞാൻ എന്നുള്ള ഒരു വിചാരം, അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള. എൻഗേജ് സ്റ്റുഡൻസ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് റേസ് ദ സെൽഫ് എസ്റ്റീം. അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ഇമേജ്, ഇതിനെയും ആ സ്റ്റേറ്റസിനെയും ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ. ടീച്ചേഴ്സ് ഓൺ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് ആൻഡ് സ്റ്റുഡൻസ് ഇസ് ക്രൂഷ്യൽ. വിത്തൗട്ട് ഇറ്റ് മോട്ടിവേഷൻ കനോട്ട് ബി എഫക്റ്റീവ്ലി ഫോസ്റ്റേഡ്. എടുക്കുന്ന സബ്ജക്റ്റിൽ ടീച്ചർക്കും താല്പര്യം വേണം, കുട്ടികൾക്കും താല്പര്യം വേണം. ഇപ്പം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും പറ്റുള്ളൂ. അപ്പോൾ 2 പേർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണം എന്നുള്ളത് വളരെയധികം